നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. ഒന്ന്, 5 വർഷം വരെ ചീരവിത്ത് നമുക്ക് കേടുകൂടാതെ എങ്ങനെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ചീരവിത്ത് കരുത്തോടെ വളരാൻ എന്താണ് ചെയ്യേണ്ടത്. ചീര കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് ഗ്രോ ബാഗിൽ ചെയ്യുന്നവരുണ്ട്, നേരിട്ട് തടമൊരുക്കി മണ്ണിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ കുപ്പിയിലോ സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെറിയ ചട്ടിയിലോ ഒക്കെ ചീര കൃഷി ചെയ്യാവുന്നവരെ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് റെഡ് ചീര നടുന്ന കൂട്ടത്തിൽ ഗ്രീൻ ചീര കൂടി ഇടയ്ക്ക് നട്ടു കൊടുക്കണം. ഇല്ലെങ്കിൽ ചീര നിലത്ത് മണ്ണിൽ മാത്രം നടുമ്പോൾ നന്നായിട്ട് അകത്തി നടണം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ട് കൃത്യമായിട്ട് വളം കൊടുത്തിട്ട് അകത്തി നടുവാണെങ്കിൽ രോഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടും ചീര പെട്ടെന്ന് വളരുകയും ചെയ്യും. നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന വളമെന്ന് പറഞ്ഞാൽ കോഴിവളമാണ്. കുപ്പിയിലൊക്കെ കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് ഒരു പിടി വളം കൊടുത്തു വെച്ചാൽ മതി. പിന്നീട് ലിക്വിഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വേരോട്ടം കിട്ടുകയും നന്നായിട്ട് ചീര വളരുകയും ചെയ്യും. അമിതമായിട്ട് വളം കൊടുത്താലും ചീരയുടെ ചോട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ ചാക്കിലൊക്കെ നടുമ്പോഴത്തേക്കിന് ഒരു ചോട്ടിൽ നമുക്ക്, അതായത് ഒരു ചാക്കിൻ്റെ ചോട്ടിൽ നമുക്ക് 10 ചീരതടം വരെ നമുക്ക് നടാവുന്നതാണ്. വേരോട്ടം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. കൃത്യമായിട്ട് വളം ചീര വലിച്ചെടുക്കുകയും ചെയ്യും. നിറയെ വേര് പൊട്ടുകയും ചെയ്യും. വളം കൊടുക്കേണ്ട രീതിയാണ് ഇനി വീഡിയോയിൽ കാണിക്കുന്നത്. ചീര കൃഷിയിൽ കോഴിവളം കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കോഴിവളം കൊടുത്തു കഴിഞ്ഞാൽ ചീര പെട്ടെന്ന് പൂക്കത്തില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ചാക്ക് വളത്തിന് 120 രൂപയാണ് കോഴിവളത്തിൻ്റെ വില വരുന്നത്. കോഴിവളം ഉപയോഗിക്കേണ്ട രീതി കൃത്യമായിരിക്കണം. നന്നായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് കോഴിവളം ഉപയോഗിക്കുമ്പോൾ. ചെറിയ രീതിയിൽ നമുക്ക് കൃഷിക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ബക്കറ്റിൽ 2-3 കപ്പ് എടുത്തതിന് ശേഷം വെള്ളം നനച്ചിട്ടതിന് ശേഷം നമുക്ക് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ ഒരു ചാക്കൊക്കെ എടുക്കുകയാണെങ്കിൽ, ഒരു ചാക്ക് 22 കിലോ ആണ്, ഒരു ചാക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളത് കുടഞ്ഞിട്ടതിന് ശേഷം നന്നായിട്ട് നനയ്ക്കണം. കൃത്യമായ രീതിയിൽ നനച്ചൊരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കോഴിവളം ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലാതെ ഡയറക്റ്റ് കോഴിവളം ചീരച്ചോട്ടിൽ വാരിയിട്ട് കഴിഞ്ഞാൽ ചീര കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറേ ആൾക്കാർക്ക് അങ്ങനെ അബദ്ധം പറ്റി നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചീര കൃഷിയിൽ കൃത്യമായിട്ട് കോഴിവളം ഉപയോഗിക്കേണ്ട രീതി നമ്മൾ പറഞ്ഞത്. മണ്ണുമായിട്ട് ഇതുപോലെ നനഞ്ഞ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. കോഴിവളം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ 7 ദിവസം കൂടുമ്പോഴത്തേക്കിന് ഗോമൂത്രം നമുക്ക് ഉപയോഗിക്കാം. ഗോമൂത്രം ഉപയോഗിക്കേണ്ടതും കൃത്യമായിരിക്കണം. എടുക്കുന്ന അളവ് എത്രയാണോ ഗോമൂത്രം എടുക്കുന്നത് അതിൻ്റെ അകത്തൊരു 10 ഇരട്ടി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. ചീര നല്ല കരുത്തോടെ വളരുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ ചീരയുടെ ഇലകൾക്കൊക്കെ നല്ല വലിപ്പം വെക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് വളരും. അതായത് കച്ചവടത്തിനായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗോമൂത്രവും കോഴിവളവും ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഒരു 30 ദിവസം കൊണ്ട് തന്നെ പറിച്ച് വിറ്റ് കാശാക്കാൻ പറ്റും. ഈ സമയത്തൊക്കെ ചെറിയ മഴയുള്ള സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളമാണ് കോഴിവളം. കാരണം കോഴിവളം പെട്ടെന്ന് മണ്ണിനടിയിലോട്ട് ഇറങ്ങി പോകത്തില്ല. മേൽത്തട്ടിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് കൃത്യമായിട്ട് വലിച്ചെടുക്കാൻ സാധിക്കും. മറ്റുള്ള വളങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണിനടിയിലോട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. സാധാരണ രീതിയിൽ ചീര വിത്ത് എടുക്കുന്ന ഒരു വർഷം കഴിയുമ്പോഴത്തേക്കിന് ചീരയുടെ ഡേറ്റ് കഴിഞ്ഞു പോകും. പിന്നീട് പായി കഴിഞ്ഞാൽ ചീര കിളുക്കാതെ വരും. എന്നാൽ 5 വർഷം വരെ ചീര വിത്ത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കുവാൻ പറ്റും. ചീര നട്ട് കഴിഞ്ഞാൽ സുന്ദരി ചീര ഒഴികെ ബാക്കിയുള്ള ചീരകൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിത്ത് ഉണ്ടാവും. സുന്ദരി ചീരയും അതുപോലെ തന്നെ റെഡ് റോസ് ചീരയും ഇതിന് വിത്ത് പൊതുവെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് മൂക്കാനായിട്ട്, അതായത് വിത്തിന് പരുവാനായിട്ട് കാലതാമസം എടുക്കും. വിത്ത് പാകമായോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതിൽ നിന്ന് അരി നമുക്ക് ഇതുപോലെ കയ്യിലിട്ട് അതിൻ്റെ പൂ പറിച്ചെടുത്ത് തിരുമ്മി കഴിഞ്ഞാൽ നല്ല കറുപ്പ് നിറവും, അതുപോലെ തന്നെ നമുക്ക് വിത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നല്ല കളറായിരിക്കും, നല്ല വലിപ്പമുള്ള അരികളായിരിക്കും. ഇതിനെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂത്ത ചീരവിത്തായിരിക്കണം ഒന്നാമത്. വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അതുപോലെ തന്നെ എയർ ടൈറ്റുള്ള പാത്രമായിരിക്കണം. അതായത് കുപ്പിയിലൊക്കെ നന്നായിട്ട് അടച്ച് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. സാധാരണ രീതിയിൽ അമിതമായിട്ട് ചൂടടിക്കാത്ത സ്ഥലത്ത് ആൾക്കാർ എയർ ടൈറ്റുള്ള പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാറാണ് പതിവ്. 1 വർഷം വരെ ഈ ചീരവിത്തിന് ആയുസ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ചീരവിത്ത് ഏതാണെന്നുണ്ടെങ്കിലും പാറ്റിയെടുത്തതിന് ശേഷം കൃത്യമായ രീതിയിൽ എയർ ടൈറ്റുള്ള പാത്രത്തിൽ അടയ്ക്കണം. അതായത് കൃത്യമായിട്ട് ഉണക്കി കിട്ടിയ ചീരയായിരിക്കണം, മൂത്ത ചീരവിത്തായിരിക്കണം. ഇത് കൃത്യമായ രീതിയിൽ എയർ ടൈറ്റുള്ള പാത്രത്തിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ 5 വർഷം വരെ കേടുകൂടാതിരിക്കും. ഇതുപോലെ വിത്ത് സൂക്ഷിക്കുന്നവരാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ചീരവിത്തും, സുന്ദരി ചീര, പാൽച്ചീര, പാലക്ക്, ഗ്രീൻ ചീര, അഗതിച്ചീര ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാനായിട്ടുള്ള നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ചെറിയ വീഡിയോ, വലിയ കാര്യങ്ങൾ.